ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ കോളേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെയും നാട്ടിലെല്ലാവരും എഴുന്നേറ്റുണ്ടാവില്ല, സൺഡേ ഒക്കെയാണ്. പിന്നെ ഇത് കുറച്ച് നേരത്തെയൊക്കെയാണ്. ഇവിടെ 8 മണി 8:30 ഒക്കെ ആവാറായെങ്കിലും അവിടെ അത്രയും സമയമായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും എത്ര നേരത്തെ റെഡി ആയാലും ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് ടൈം ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആക്കുന്നത് എൻ്റെ സ്ഥിരം ഒരു പരിപാടിയാണ്. നല്ല ഭംഗിയില്ലേ സൺറൈസ് കാണാൻ. സൺറൈസ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. സൺറൈസ് കഴിഞ്ഞിട്ട് കുറേ നേരം. ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ല രസമാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മടിയൊന്നും തോന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി, ലഞ്ചെല്ലാം ഉണ്ടാക്കി, കോഫി കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും നിന്നില്ല, എല്ലാം പാക്ക് ചെയ്ത് കയ്യിൽ വെച്ചു. ദോശയാണ് ഉണ്ടാക്കിയത്. ദോശ, ചട്നി ഉണ്ടായിരുന്നു, ഇത്തിരി സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഒന്ന് അമ്പലത്തിൽ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു. ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനുണ്ട്. ആ ക്യാൻറ്റീനിൽ അവർക്ക് നല്ല പൂരി, അതുപോലെ തന്നെ അവിടെ മസാല ദോശ, വട അതൊക്കെ കിട്ടും. അതൊക്കെ കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിടയ്ക്ക് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകുമ്പോൾ മിക്കവാറും ആ ക്യാൻറ്റീനിൽ കയറും. അധികം പ്രൈസ് ഒന്നുമില്ല, റീസണബിളാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ചാരിറ്റി പോലെയാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള എമൗണ്ട് കൊടുത്താൽ മതി, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ പ്രൈസ് നോക്കി കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു നൊസ്റ്റാൾജിയ അടിക്കും അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ. നമ്മുടെ പഴയ രുചിയിലുള്ള പൂരിയും പൂരിയുടെ ബാജി, പൂരി മസാല കറിയില്ല, അതും പൊട്ടാറ്റോ മസാല, അതും കൂടി, പിന്നെ മസാല ദോശയും നല്ല ടേസ്റ്റുള്ള വടയും. ഇവിടെ അങ്ങനെ നമുക്ക് ഉഴുന്നുവടയൊന്നും അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫ്രോസൺ മേടിക്കാറ്. ഫ്രോസൺ വാങ്ങിച്ചത് ഓവനിൽ വെച്ച് ചൂടാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പഴയ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ക്യാൻറ്റീനിൽ കയറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നമ്മൾ ടൈമൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ടെമ്പിളിൽ പോകുന്നത് തന്നെ. അപ്പോൾ അവർക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് മാത്രം ആക്കിയിട്ട് പോന്നു. അല്ലെങ്കിലും ലേറ്റ് ആവില്ല. സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എല്ലാവർക്കും ഉള്ളത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാറുള്ളൂ. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ന്യൂസൊക്കെ ഞാൻ നോക്കി. അപ്പോൾ നല്ല രസമാണ്. ഓരോ ദിവസത്തെയും ന്യൂസ് കാണുമ്പോൾ എനിക്ക് നാട്ടിലെ ന്യൂസുകൾ കാണുമ്പോഴേ എന്താ പറയണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇന്നലെയാണെങ്കിൽ ഞാൻ കണ്ട ന്യൂസ് എന്ന് വെച്ചാൽ ഒരു ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഫിലിം സ്റ്റാർ, പിന്നെ അദ്ദേഹത്തിൻ്റെ മോള് നടത്തുന്ന ഒരു ബിസിനസ്സിൽ ജീവനക്കാർ QR കോഡ് മാറ്റി പൈസ എടുത്തു. അങ്ങനെ ഇവർ പിടിച്ച് ചോദ്യം ചെയ്തു. കുറച്ച് പൈസയൊക്കെ പിടിച്ച് വാങ്ങി. അപ്പോൾ തിരിച്ച് അവരിവിടെ കേസ് കൊടുത്തു. തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസും ബഹളമൊക്കെ ആയിട്ടുള്ള ന്യൂസായിരുന്നു ഇന്നലെ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ നടക്കണല്ലേ. അങ്ങനെ ഓരോ ദിവസത്തെ വളരെ സംഭവ ബഹുലമാണ്. ഓരോ ദിവസം നമുക്ക് ബോറടിക്കില്ല. എന്തെങ്കിലുമൊക്കെ പുതിയ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ 4 വയസ്സുള്ള കുഞ്ഞ് തൂങ്ങി മരിച്ചു എന്നൊക്കെ കേട്ടു.
പക്ഷെ അതൊന്നും നമുക്ക് അങ്ങോട്ടങ്ങോട്ട് ഡൈജസ്റ്റായി പോവാത്ത ന്യൂസുകളാണ്. അങ്ങനെ ഇന്നലെ കുറച്ച് നേരം ന്യൂസ് കണ്ടു. ന്യൂസ് ഇതിൽ യൂട്യൂബിൽ കണ്ടു. ടി വി ഞാനങ്ങനെ പൊതുവേ വയ്ക്കാറില്ല. കാരണം കുറച്ചധികം സമയമുണ്ടെങ്കിൽ മാത്രമേ ടി വിയുടെ മുമ്പിൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയോ ഒരു ഫിലിം കാണണം എന്നൊക്കെ തോന്നുമ്പോഴാണ് ഞാൻ ഇനിയിപ്പോൾ ഒരു ഫിലിം കാണാൻ വേണ്ടി ഇരുന്നാലും എപ്പോഴും അത്യാവശ്യത്തിന് എഴുന്നേറ്റ് പോകേണ്ടി വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിശാലമായിട്ട് ടി വിയുടെ മുമ്പിലിരുന്ന് കാണാറില്ല. എല്ലാവരും കൂടി വയ്ക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം അവിടെ പോയിരിക്കും എന്നല്ലാതെ ഇരുന്ന് എനിക്ക് 2 മണിക്കൂറൊക്കെ ഇരുന്ന് ഒരു സിനിമ കാണാനുള്ള സമയമൊന്നും കിട്ടാറില്ല. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ഫിലിം കാണണം എന്നൊക്കെ തോന്നുമ്പോൾ യൂട്യൂബിലെടുത്ത് സെക്ഷൻ ബൈ സെക്ഷൻസായിട്ട് കാണാറാണ്. കുറേശ്ശെ കണ്ടു തീർക്കും. ഒരു സിനിമ കാണാൻ ഇപ്പോൾ 1 വീക്ക് ഇപ്പോൾ തന്നെ കുറേ 2-3 സിനിമകളൊക്കെ ഞാൻ കുറച്ച് കണ്ട് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അധികവും ഞാൻ സെലക്ട് ചെയ്ത് കാണാറുള്ളത് എന്നെ ഓരോ മൂഡനുസരിച്ച് കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പഴയ ഫിലിംസൊക്കെ കാണാം, റിലാക്സേഷൻ. ഇപ്പോഴത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ടെൻഷൻ തരുന്ന സിനിമകളല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കും അത് വേണ്ട, കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള, അധികം ഇടിയും പ്രശ്നങ്ങളും വയലൻസൊന്നും ഇല്ലാത്ത സിനിമ കാണാൻ നോക്കും. അങ്ങനെയാകുമ്പോൾ പഴയ മോഹൻലാലിൻ്റെ പടങ്ങളോ കുറച്ച് ഓൾഡ് മമ്മൂട്ടി മോഹൻലാൽ ശോഭന കോമ്പിനേഷനിലുള്ള പണ്ട് കുറച്ച് ഓൾഡായിട്ടുള്ള പടങ്ങൾ കാണാത്തതൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കും, ഇരുന്ന് കാണും. എൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ കുറേ സിനിമകൾ ഇട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കണ്ടു തീർത്തിട്ടില്ല. അപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് നടക്കുകയാണ്. നമ്മളൊരു 10 മിനിറ്റും കൂടി ഉണ്ട്, 5-10 മിനിറ്റും കൂടി ഉണ്ട് ബസ് വരാൻ. അതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ഈ കാണുന്നതൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ് കേട്ടോ. യൂക്കാലിപ്സ് അല്ലേ? അല്ല, ഇത് യൂക്കാലിപ്സ് അല്ല. യൂക്കാലിപ്സിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ട വേറെ ഏതൊരു മരമാണിത്. യൂക്കാലിപ്സ് മരങ്ങൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെ തന്നെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 700 അബോവ് വെറൈറ്റിയിലുള്ള യൂക്കാലിപ്സ് മരങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഞാൻ കേട്ടു. അതിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ അറൗണ്ട് 200 ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ ബസ്സാണോ വരുന്നത്? ഞാൻ പതുക്കെ സംസാരിച്ച് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആടിപ്പാടി നടന്നിട്ട് എൻ്റെ ബസ് പോയോ? അങ്ങനെ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ നമ്മളങ്ങനെ ബസ് പോകാൻ വിട്ടു കൊടുക്കില്ല. നമ്മളിന്ന് ബസ് വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല. ബസ് നമുക്ക് കിട്ടിയിട്ടേ ഇരിക്കും. ഇതാണ് ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിലോട്ടുള്ള വഴി. നിങ്ങൾക്ക് കുറച്ച് ദൂരം നിന്ന് ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പ് കാണിച്ചു തരാം. ബസ് സ്റ്റോപ്പ് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ടാണ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു കുറ്റി പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടെ. ഇനി അവിടെ ആൾക്കാരുള്ളപ്പം ആൾക്കാരുടെ വീഡിയോ പിടിക്കാൻ നമ്മൾ പാടില്ല. അതൊരു ലീഗലി പ്രോബ്ലം വ്യക്തിയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ, ഇത് നാട്ടിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾറെഡി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അവരുടെ പ്രൈവസിയിലോട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത്. പിന്നെ ലീഗലിയും അത് അലൗഡ് അല്ല. ഒരു ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്. ശരി, അപ്പം നമുക്ക് പിന്നീട് കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.